വടകര താലൂക്കിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ പോളിംഗ് സാമഗ്രികൾ വിതരണ കേന്ദ്രങ്ങളിൽ തിരികെ എത്തിച്ചു തുടങ്ങി. രാത്രി 7 മണിയോടുകൂടിയാണ് വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലെ സാമഗ്രികൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. 3 മണ്ഡലങ്ങളിലെ 662 ബൂത്തുകളിൽ നിന്നുള്ള സാമഗ്രികളാണ് കേന്ദ്രങ്ങളിൽ എത്തിയത്. കുറ്റ്യാടി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലും, വടകരയിലേത് മടപ്പള്ളി കോളേജിലും, നാദാപുരത്തേത് മടപ്പള്ളി ഗേൾസിലുമാണ് തിരികെ എത്തിച്ചു തുടങ്ങിയത്. ഇവ പരിശോധനകൾക്ക് ശേഷം കൗണ്ടിംഗ് കേന്ദ്രമായ മടപ്പള്ളി കോളേജിൽ എത്തിക്കും. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണൽ ദിനം വരെ ഇവ അതീവ സുരക്ഷയോടെ ഇവിടെ സൂക്ഷിക്കും. നമ്മുടെ വടകര താലൂക്കിൻ്റെ കീഴിൽ 3 മണ്ഡലങ്ങളാണ് ഉള്ളത്. 3 മണ്ഡലങ്ങൾക്കുള്ള 662 ബൂത്തുകളിലേക്കുള്ള സാധനം നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 662 ബൂത്തുകളിൽ ഈ ബൂത്തുകളിലേക്കുള്ള വാഹനങ്ങളും തഹസിൽദാർ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത്, അതായത് ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ ഉത്തരവോടുകൂടി തഹസിൽദാർ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്ടർ ഓഫീസർമാർക്കുള്ള വാഹനങ്ങളും അറേഞ്ച് ചെയ്ത് തഹസിൽദാർ എന്ന രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഇലക്ഷൻ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും, താലൂക്കിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒരു 11 മണിക്കൂർ കൂടി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ മടപ്പള്ളി കോളേജിലേക്ക് മാറ്റുന്ന സംവിധാനം ഒരുക്കുന്നതാണ്. നമ്മുടെ മണ്ഡലത്തിലെ 222 ബൂത്തുകളിൽ നിന്നുള്ള പോളിംഗ് സാമഗ്രികൾ മുഴുവനായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. 22 സെക്ടറുകളിലായിട്ടാണ് നമ്മൾ ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത്. പൊതുവെ സമാധാനപരമായിട്ടാണ് ഇലക്ഷൻ പൂർത്തിയാക്കാൻ സാധിച്ചത്. കൗണ്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നാളെ മുതൽ വരുന്നത്. അതിൻ്റെ സ്റ്റോറേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് മടപ്പള്ളി കോളേജിലാണ് കൗണ്ടിംഗ് സെൻറ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുന്ന് പൂർണ്ണമായിട്ടും മെറ്റീരിയൽസ് നമ്മൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം തന്നെ അവിടെ ആയിരിക്കും. ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യത്തെ കവറുമായി ടേബിളിലെത്തിയതാണ്. ഇപ്പോൾ മെറ്റീരിയലുമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് കവറുമായി ടേബിളിലെത്തിയതിനു ശേഷം മെറ്റീരിയൽ നൽകി. ഫസ്റ്റ് പാർട്ടി റിസപ്ഷന് ശേഷം തിരിച്ചു പോവുകയാണ്. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റിലീവ് ചെയ്യാൻ കഴിച്ചു. താങ്ക് യു വെരി മച്ച്. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. സൂപ്പർവൈസർമാർ നിർദ്ദേശം നൽകേണ്ടതാണ്. ലഘുഭക്ഷണവും കാപ്പിയും ഇവിടെ അറേഞ്ച് ചെയ്തത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ കുടുംബശ്രീയുടെ ഭക്ഷണം പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള
ഒരു